വാട്ടർമെലൻ വെച്ചിട്ട് ഇങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാലഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ജ്യൂസാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള. എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോയാലോ. ഇതിൻ്റെ ആ എരിവും പുളിയും മധുരവും തമ്മിൽ ചേരുമ്പോഴുള്ളൊരു കോമ്പിനേഷൻ ഇല്ല, അതൊരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു അളവിലാട്ടോ തണ്ണിമത്തൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് തണ്ണിമത്തൻ്റെ പകുതിയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുരുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മാക്സിമം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ കട്ട് ചെയ്ത പീസെല്ലാം ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് ചില്ലി ഫ്ലെക്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. കൂടാതെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ കുരു ഒഴിവാക്കിയിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയും വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു തണ്ണിമത്തൻ്റെ പുളി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേന് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അത്യാവശ്യം നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സെയിം രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിളും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം എരിവോ പുളിയോ മധുരമോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ജ്യൂസ് ഇറങ്ങും. ആ ജ്യൂസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാട്ടോ. ഇത് ചെയ്ത് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ എരിവും പുളിയും മധുരവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.